ഇതിനു മുമ്പ് നമ്മൾ കണ്ണൂരിലേക്ക് ഒന്ന് പോകുന്നു. കണ്ണൂരിൽ വീണ്ടും കള്ളവോട്ട് പരാതി എന്നാണ് ഞങ്ങളുടെ കണ്ണൂർ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. നേരത്തെ കല്യാശ്ശേരിയിലാണ് കള്ളവോട്ട് നടന്നതെങ്കിൽ ഇത് കണ്ണൂരിൽ കള്ളവോട്ട് നടക്കുന്നു. വീട്ടിലെത്തിയുള്ള വോട്ടിൽ കള്ളവോട്ട് നടന്നുവെന്ന ആരോപണവുമായി LDF രംഗത്തെത്തിയിട്ടുണ്ട്. കോൺഗ്രസ് അനുഭാവിയായ BLO കള്ളവോട്ടിന് കൂട്ടുനിന്നു എന്നാണ് ആരോപണം. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് LDF പരാതി നൽകിയിട്ടുണ്ട്. അതിനിടെ കല്യാശ്ശേരിയിലെ കള്ളവോട്ടിൽ പോലീസ് അന്വേഷണവും തുടങ്ങിയിട്ടുണ്ട്. അർജുൻ കല്യാട് ചേരുന്നു. അർജുൻ കല്യാട്, വെരി ഗുഡ് മോർണിംഗ്. എന്താണ് കല്യാശ്ശേരിയിലും കണ്ണൂരിലും ഒക്കെ സംഭവിക്കുന്നത്? കല്യാശ്ശേരിയിൽ ഇതിലെ കള്ളവോട്ട് നടന്നു എന്നത് CCTV ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. അത് കള്ളവോട്ടല്ല, അത് ശരിക്കും പറഞ്ഞാൽ ഈ വോട്ട് പ്രായം 85 പ്രായം കഴിഞ്ഞ ഒരു വോട്ടറുടെ വോട്ട് ഒരു CPM-ന്റെ ബ്രാഞ്ച് കമ്മിറ്റി ബ്രാഞ്ച് നേതാവ് വന്നിട്ട് രേഖപ്പെടുത്തുന്നതാണ് നമ്മൾ കണ്ടത്. യഥാർത്ഥത്തിൽ ആൾമാറാട്ടത്തിന് കേസെടുക്കേണ്ട ഒരു വിഷയമാണ്. അതിൽ പോലീസ് അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷനും നടപടി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ LDF-ഉം ഒരു മറുവാദം ഉന്നയിക്കുന്നുണ്ട്. കണ്ണൂരിലും കള്ളവോട്ട് നടന്നുവെന്നാണോ പറയുന്നത്? എന്താണ് സംഭവിച്ചത് എന്നാണ് LDF-ന്റെ ആരോപണം. UDF അത് എങ്ങനെയാണ് പ്രതിരോധിക്കുന്നത്? അരുൺകുമാർ, അതായത് കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിലെ കണ്ണൂർ നിയോജക മണ്ഡലത്തിലുള്ള 70-ാം നമ്പർ ബൂത്തിലാണ് ഇപ്പോൾ കള്ളവോട്ട് പരാതിയായി LDF ഉയർത്തുന്ന ഒരു പ്രധാനപ്പെട്ട സംഭവം ഉണ്ടായിട്ടുള്ളത്. ഈ 85 വയസ്സ് കഴിഞ്ഞ പ്രായമായവർക്കുള്ള വീട്ടിലെത്തി വോട്ട് ചെയ്യാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുക്കിയിട്ടുള്ള സൗകര്യമാണ് ഇത്തരത്തിൽ ദുരുപയോഗം ചെയ്യുന്നതായി LDF പരാതിയായി ഉന്നയിക്കുന്നത്. അതിൽ പ്രധാനമായും പറയുന്നത് ഈ 70-ാം നമ്പർ ബൂത്തിലുള്ള K കമലാക്ഷി എന്ന് പറയുന്ന ആളുടെ വോട്ടിന് പകരം V കമലാക്ഷി എന്ന് പറയുന്ന ആളാണ് വോട്ട് ചെയ്തത്. ഇതിനുള്ള സജ്ജീകരണങ്ങളും സംവിധാനങ്ങളും ഒരുക്കി നൽകിയത് കോൺഗ്രസ് അനുഭാവിയായിട്ടുള്ള BLO ആണ് എന്നുള്ള പരാതിയാണ് LDF ഉന്നയിക്കുന്നത്. ഈ V കമലാക്ഷിയെ വോട്ട് ചെയ്യുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഈ BLOമാരാണ് പ്രാദേശികമായി അവിടെയുള്ള ആൾക്കാരാണ് ഈ BLOമാരായി, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരാണ് ഈ BLOമാരായി ചുമതലയേൽക്കുന്നത്. അപ്പോൾ ആ ഘട്ടത്തിൽ V കമലാക്ഷിയും K കമലാക്ഷിയും ഒക്കെ ആരാണ് എന്താണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായി അറിയുന്നവരും ഈ BLOമാരാണ്. അപ്പോൾ V കമലാക്ഷി ഉദ്യോഗസ്ഥരെ V കമലാക്ഷിയുടെ അടുത്തേക്ക് കൊണ്ടുപോകുന്നതിന് പകരം K കമലാക്ഷിയുടെ അടുത്തേക്ക് കൊണ്ടുപോയി അവിടെ UDF-ന് അനുകൂലമായി വോട്ട് ചെയ്യിച്ചു എന്നുള്ളതാണ് LDF-ന്റെ പരാതിയായി ഉന്നയിച്ചിട്ടുള്ളത്. കല്യാശ്ശേരിയിലും സമാനമായ രീതിയിൽ തന്നെ ഇന്നലെ പരാതി ഉയർന്നു. അതിൻ്റെ CCTV ദൃശ്യങ്ങളെല്ലാം തന്നെ പുറത്തു വന്നതോടുകൂടി അതിൽ മറ്റ് രീതിയിലുള്ള പ്രതിരോധങ്ങൾക്കൊന്നും തന്നെ ഒരു വകയില്ലാത്ത കാര്യത്തിലേക്കാണ് പോയത്. കാരണം CCTV ദൃശ്യങ്ങളിൽ തന്നെ കാര്യങ്ങളെല്ലാം വ്യക്തമാണ്. LDF-ന്റെ ഏജന്റ് കൃത്യമായ രീതിയിൽ ഈ വോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ള 92 വയസ്സ് പ്രായമുള്ള ദേവയ്ക്ക് ചിഹ്നം കാണിച്ചു നൽകുന്നത് കൃത്യമായ രീതിയിൽ തന്നെ അവരുടെ ഒരു രഹസ്യ സ്വഭാവം, വോട്ടെടുപ്പിൻ്റെ ഒരു രഹസ്യ സ്വഭാവം നഷ്ടപ്പെടുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിക്കുകയും ചെയ്തത്. എന്നാൽ നിലവിൽ ഈ പറയുന്ന LDF-ന്റെ പരാതിയുടെ ഭാഗമായിട്ടുള്ള ഈ സംഭവത്തിൽ CCTV ദൃശ്യങ്ങളോ അല്ലെങ്കിൽ അതിന് സമർത്ഥിക്കാൻ വേണ്ടി കഴിയുന്ന രീതിയിലുള്ള തെളിവുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇപ്പോൾ ലഭ്യമായിട്ടില്ല. LDF എന്തായാലും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് പരാതി നൽകുന്ന ഒരു നടപടിയിലേക്ക് നടക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും സംഭവം വലിയ ഗുരുതരമായിട്ടുള്ള പ്രശ്നമാണ്. അരുൺകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതൊരു ആൾമാറാട്ട പ്രശ്നം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. എന്താണ് ഈ സംഭവത്തിൽ LDF-ന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇനി തെരഞ്ഞെടുപ്പ് കമ്മീഷനും ജില്ലാ ഭരണാധികാരിയുമായിട്ടുള്ള കളക്ടർ ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ സ്വീകരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. കല്യാശ്ശേരിയിലെ ഈ കള്ളവോട്ട് പരാതി അല്ലെങ്കിൽ കള്ളവോട്ട് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ പരമാവധി പ്രചരണവും പരമാവധി തന്ത്രങ്ങളും ഒക്കെ മെനയും. പക്ഷേ ഇത്തരത്തിൽ കള്ളവോട്ട് ചെയ്തല്ല നമ്മളൊരു തെരഞ്ഞെടുപ്പിൽ ജയിക്കേണ്ടത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.